ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം 100 കോടി ക്ലബിൽ കയറിയ സിനിമാ നടന്മാരെ പുതുമുഖങ്ങളെ പിന്നെ കാണാത്തതിനെക്കുറിച്ച്. അതായത് ഉദാഹരണത്തിനൊന്ന് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ 100 കോടി ക്ലബിൽ കയറിയ പടമില്ല. പിന്നെ ഉണ്ണി മുകുന്ദനെ കുറിച്ചൊരു അഡ്രസ്സും ഇല്ല. സാധാരണഗതിയിൽ ഒരു പടം സൂപ്പർ ഹിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ നടൻ്റെ പടങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കും. പരാജയപ്പെട്ട നടൻ്റെ പടങ്ങൾ പിന്നെ വരില്ല, അതോടെ വീട്ടിലിരിക്കേണ്ടി വരും. ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. പടം വിജയിപ്പിച്ച നടന്മാർ വീട്ടിലിരിക്കുന്നു, ഫ്ലോപ്പായ നടന്മാർ പിന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഉണ്ണി മുകുന്ദനെ കാണാനില്ല. പിന്നെ ഒന്ന് കാണാത്ത ഒരാളാണ് പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ ഭയങ്കര ഹിറ്റാണല്ലോ. അത് മെയിൻ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച പൃഥ്വിരാജാന്നല്ല. മോഹൻലാൽ അതിൽ നായകൻ പറയാൻ പറ്റില്ല. പൃഥ്വിരാജിൻ്റെ പടം അത്. പിന്നെ പൃഥ്വിരാജിനെ കാണുന്നില്ല. അതുപോലെ കുറേ വിജയ ചിത്രങ്ങൾ പിന്നെ കൊടുത്ത ആളാണ് നിവിൻ പോളിനെ ഇപ്പം കാണാനില്ല. പിന്നെ ടോവിനും കുറേ വിജയ ചിത്രങ്ങൾ സമ്മാനിച്ചത്, ടോവിനോനെയും കാണാനില്ല. പിന്നെ ഷൈൻ പിന്നെ കാണാനേ ഇല്ല. ഇവരെല്ലാം സാമാന്യപ്പെട്ട ഷൈൻ നിഗയെല്ലാം കുറച്ച് പടങ്ങളിൽ വിജയമുണ്ട്. പിന്നെ ഉണ്ണി മുകുന്ദനും നിവിൻ പോളിയിലും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് കുറേ കൊടുത്ത ആളാണ് ടോവിനോ, പൃഥ്വിരാജ്. എന്നിട്ട് ഇവരൊന്നും കാണാതെ പരാജയം തുടർച്ചയായിട്ട് 20 പടം പൊട്ടിച്ച മോഹൻലാൽ ഇപ്പോൾ ഉണ്ട്. 20 പടം തുടർച്ചയായിട്ട് പൊട്ടിച്ച മമ്മൂട്ടിയും ഇപ്പോഴും ഉണ്ട്. ഇപ്പം മമ്മൂട്ടിക്ക് അസുഖം വന്നിട്ടില്ലെങ്കിൽ മമ്മൂട്ടിൻ്റെ ഒരു 20 പടം ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഈ 8 മാസം മമ്മൂട്ടിക്ക് അസുഖം ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കുറേ പടങ്ങൾ വന്ന പോലെ തിരിച്ചു പോയിട്ടുണ്ടാവും പൊട്ടിയിട്ട്. അതുപോലെ മോഹൻലാലിൻ്റെ ഏതോ ഒരു പടം ഇടയ്ക്ക് 1-2 വിജയിച്ചു, അത്രയേ ഉള്ളൂ. ബാക്കി 25-26 പടം ഇറങ്ങിയിട്ട് ആകെ 2 പടം വിജയിച്ചത്. മമ്മൂട്ടിൻ്റെ സ്ഥിതി അതന്നെ. 10-26 പടം ഇറങ്ങിക്കഴിഞ്ഞാൽ 2 പടം വിജയിക്കും. പക്ഷേ എന്നിട്ട് ഇവരിപ്പോൾ നിലവിലുണ്ട് 100 കോടി 200 കോടി സമ്മാനിക്കുന്ന പിന്നെ നെസ്ലേനും ഇപ്പോൾ ഈ ലോക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം നെസ്ലേൻ്റെ അഡ്രസ്സില്ല. നെസ്ലേനെ കുറിച്ചൊന്നും പറയുന്നത് കേൾക്കുന്നൊന്നുമില്ല. അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദനില്ല. ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണം. സൂപ്പർ താരങ്ങളെ പടങ്ങൾ എത്ര പൊട്ടിയാലും അവർ സിനിമയിൽ നിലനിൽക്കുന്നു. പുതുമുഖങ്ങളെ പടം എത്ര വിജയിച്ചാലും അവരെ പിന്നെ കാണുന്നുമില്ല. ഇതിൻ്റെ പിന്നാമ്പുറ കഥ എന്താണെന്ന് ഒരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തത്.